ആശാവർക്കർമാർക്കെതിരെ വിമർശനവുമായി മന്ത്രി എം ബി രാജേഷ് നിയമസഭയിൽ ആശമാർക്ക് നിർബന്ധ ബുദ്ധിയും ശാഠ്യവുമെന്ന് മന്ത്രി. ചർച്ച പരാജയപ്പെടാൻ കാരണം അതാണ്. ട്രേഡ് യൂണിയനുകൾ ആരും ആശാപ്രവർത്തകരുടെ സമരത്തെ പിന്തുണയ്ക്കാത്തത് എന്തുകൊണ്ടെന്നും മന്ത്രി ചോദിച്ചു. ഇവരെ അടിസ്ഥാനപരമായി ഹെൽത്ത് വർക്കേഴ്സായി അംഗീകരിക്കണമെന്നതാണ് ട്രേഡ് യൂണിയൻ ആവശ്യപ്പെടുന്നത്. ഇവരെ ജീവനക്കാരായി പരിഗണിച്ചാൽ ശമ്പളം ആനുകൂല്യങ്ങൾ നൽകേണ്ടി വരും. അത് കിട്ടില്ലെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഗൈഡ് ലൈൻ കേന്ദ്രം കൃത്യമായി എഴുതി വെച്ചിട്ടുള്ളത്. ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ലെന്നും എം ബി രാജേഷ് സഭയിൽ വ്യക്തമാക്കി. കാരണം സമരരംഗത്തുള്ളവർ നിർബന്ധ ബുദ്ധിയും ശാഠ്യവും പിടിച്ചതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആഗ്രഹിച്ചതുപോലെ നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയാതെ പോയത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഏതെങ്കിലും പിടിവാശിയല്ല. ചില വസ്തുതകൾ ഒരിക്കൽ കൂടി ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട്. സർ, ഈ സർക്കാരിന് ആശാമാരുടെ പ്രശ്നത്തോട് എല്ലാ കാലത്തും അനുഭാവമാണുള്ളത്. അനുഭാവപൂർണമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് തെളിയിക്കുന്ന വസ്തുതകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ, ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഓണറേറിയം 1000 രൂപയാണ് 2015-16. ദയവായിട്ട് ക്ഷമയോടെ കേൾക്കണം. ഞാൻ തർക്കത്തിനല്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉന്നയിച്ച അതേ സ്പിരിറ്റിലാണ് ഞാനും ഗവൺമെന്റിന് വേണ്ടി ഇതിന് മറുപടി പറയുന്നത്. പക്ഷെ വസ്തുത നമ്മൾ പറയണമല്ലോ. 16-17 1500, 17-18 2000, 18-19 4000, 19-20 4500, 20-21 5000, 21-22 6000, 23 ഡിസംബറിൽ 7000 ആയിട്ട് വർദ്ധിപ്പിച്ചു. ഇപ്പം നമ്മൾ 7000 രൂപയാണ് ഇവിടെ സംസ്ഥാന സർക്കാർ ഓണറേറിയം കൊടുക്കുന്നത്. സർ, അങ്ങയുടെ ശ്രദ്ധയിലേക്ക്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ ശ്രദ്ധയിലേക്ക് ഞാൻ കഴിഞ്ഞ ദിവസത്തെ പാർലമെന്റിലൊരു മറുപടി ഇവിടെ ശ്രദ്ധപ്പെടുത്തുകയാണ്. എങ്ങനെയെല്ലാമാണ് വസ്തുതകളെ തമസ്കരിക്കുന്നത് എന്നാണ്.